ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ട്രാം വരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രഹ്മൻ വരെ ഒന്ന് പോവാണ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഹനോവറിൽ നിന്ന് ഒരു 1.5 hours ഉള്ളൂ ബ്രഹ്മൻ വരെ. അപ്പോൾ ബ്രഹ്മൻ വരെ പോകുന്ന കാഴ്ചകളെല്ലാം കാണാം. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് ഓർത്തു. അങ്ങനെയാണ് ബ്രഹ്മൻ പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്ന സബിത അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ സബിത വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രഹ്മൻ ബാനോഫ് എത്തി. ഇവിടെ എങ്ങോട്ടാ പോകണ്ടേന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആദ്യം തന്നെ കുറച്ച് വെള്ളം മേടിക്കണം, ഭയങ്കര ദാഹമായിരുന്നു. ഈ കാണുന്നത് ബ്രഹ്മൻ സെൻട്രൽ സ്റ്റേഷൻ. ഇത് ഹനോവറിൻ്റെ അത്ര വലുതല്ല, പക്ഷേ ഒരു ചെറിയ സ്റ്റേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് ബുർഗർ പാർക്കിലേക്കാണ് പോകുന്നത്. ഇതാണ് ബാനോഫ്. ഇവിടെ നമ്മൾ 27 ബസ് കയറിയിട്ടാണ് ബുർഗർ പാർക്കിലേക്ക് പോകുന്നത് അല്ലേ. ബാനോഫിന്റെ ഫ്രണ്ടിൽ നിന്ന് എവിടേക്ക് പോകുമെന്ന് ഡിസൈഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. എവിടെ പോവാണെന്നുണ്ടെങ്കിലും പറയാട്ടോ. എന്ത് അതിനിപ്പോ എന്താ, അഞ്ജുവിന്റെ ഒരു ഫുൾ സൈസ് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അഞ്ജു. താങ്ക് യു. അവസാനം ഞങ്ങൾ ബുർഗർ പാർക്കിലേക്ക് തന്നെ പോവാന്ന് ഡിസൈഡ് ചെയ്തു. കാരണം അത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമായിരുന്നു ബാനോഫിന്റെ. ബ്രഹ്മൻ ഒരു ചെറിയൊരു സ്ഥലമാണ്, ചെറിയൊരു സിറ്റിയാണ്. അപ്പം ഈ 27 ബസ് കയറി എത്ര മിനിറ്റ് ഇരിക്കണം? 2 മിനിറ്റ് ഉള്ളൂ. പിന്നെ നടന്നു പോയ പോരെ. ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബുർഗർ പാർക്കിലേക്ക് നമ്മുടെ ബാനോഫിൽ നിന്ന് 2 minutes ഉള്ളൂ ബസ്സിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ലേക്കാണ് കാണുന്നത്. ആ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ഹോട്ടലാണ്. ഞങ്ങൾ പോയ ദിവസം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, സണ്ണി ആയിരുന്നു. അന്ന് അത്ര ചൂടൊന്നുമില്ല, നല്ലൊരു തണുപ്പൊക്കെ ഉള്ളൊരു ചെറിയൊരു തണുപ്പും നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയായിട്ട് തോന്നി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു വോക്കിനൊക്കെ പോകാനും നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്നു. അപ്പോൾ ബർഗർ കിങ്ങിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ച് എന്തോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞങ്ങളെല്ലാവരോടും ഷെയർ ചെയ്ത് കഴിച്ചു. വീട്ടിൽ നിന്ന് ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ നമുക്ക് അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ ജർമ്മനിയിൽ എവിടെയും കാണുന്ന പോലെ ഇതുപോലെ കുറേ താറാവിനെയും പിന്നെ അരയന്നത്തിനെയൊക്കെ കണ്ടു കേട്ടോ. ഈ താറാവ് ശരിക്കും നാട്ടിലുള്ള താറാവിനെ പോലെ ഇല്ലേ, പക്ഷേ ഇത് നമുക്ക് നാട്ടിലെ പോലെ പിടിച്ചിട്ട് വരാൻ പറ്റില്ല കേട്ടോ. ഈ താറാവിൻ്റെ കാലിലൊക്കെ ഒരു റിങ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പാർക്കിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇന്ന് ഭയങ്കര എനർജി കുറവാട്ടോ. എന്താന്ന് അറിഞ്ഞൂടാ, ഭയങ്കര ക്ഷീണം, ഉറക്കം. ഈ ആഴ്ച ഫുള്ള് ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഭയങ്കര ഉറക്കം ഒന്നും ശരിയാവാത്തോണ്ടോ. ഈ പാർക്കിൽ വേറുള്ള ഒരു ലൊക്കേഷൻ ആട്ടോ ഇത്, ഞാൻ ബാക്ക് ക്യാമ്പിൽ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഈ ഒരു സ്ട്രീറ്റിൻ്റെ റിയലായിട്ടുള്ള ബ്യൂട്ടി വരുന്നില്ല കേട്ടോ, പക്ഷെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളെല്ലാവരും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ ഒരുപാട് ചിരിച്ചും അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ആ ദിവസമാണ് ഞാൻ ഈ വർഷത്തെ സ്പ്രിങ്ങിലുള്ള ഈ ഫ്ലവേഴ്സ് ആദ്യമായിട്ട് കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ യെല്ലോ ഫ്ലവേഴ്സ് ഒന്ന് വിരിഞ്ഞ് നിന്നായിരുന്നത്. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സെൽഫി പോലെയൊക്കെ എടുത്തു. 26 കയറി ഞങ്ങൾ ബാനോഫ് എത്തി. ബാനോഫിൽ നിന്ന് വേറെ ട്രാമൊക്കെ കയറിയിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രഹ്മല മെയിൻ സ്പോട്ടിലേക്കാണ്, ബ്രഹ്മല സ്ക്വയറിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് നമുക്ക് സെൻറ്ററിലേക്ക് നടക്കാം. അങ്ങനെ ട്രാം ഇറങ്ങി ഞങ്ങൾ ഈ ചെറിയ പാത്വേയിലൂടെ നടന്ന് എത്തി. ഞങ്ങൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. ആ സമയത്ത് സൺസെറ്റായി നിൽക്കുമായിരുന്നു. അപ്പം അവിടെ നേരെ കാണുന്നത് ഇവിടെ സ്ക്വയറിലുള്ള ഒരു ചർച്ചാണ് കാണുന്നത്, ബ്രഹ്മനിലുള്ള. അതിലേക്ക് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അടിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ടുള്ള ആ ഒരു സീൻ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അപ്പോൾ ജർമ്മനിയിൽ നമ്മൾ ഒട്ടുമിക്ക സിറ്റിയിൽ ചെന്നാലും കാണാം ഇതുപോലെ ഒരു സ്ക്വയറും പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ചർച്ചും ഒക്കെ ആയിട്ട് കാണാം. പിന്നെ ചിലപ്പോൾ സൈഡിൽ റാത്ത് ഹൗസ് ആയിരിക്കും.
ജർമ്മനി തന്നെയല്ല, എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ എല്ലാ സിറ്റീസിൽ പോയാലും ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രമൻ. ബ്രമനിലെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണിത്. ഇതും സിറ്റി സെന്ററിന്റെ അടുത്ത് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ ഇവരുടെ ക്യാമ്പസ് ഒക്കെ വേറെ സ്ഥലത്ത് ഉണ്ടായിരിക്കും, പക്ഷെ ഇവിടെയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബ്രമൻ എന്ന് കാണിക്കുന്നത്. ഞാൻ എല്ലാവരോടും പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കാനാട്ടോ പറയുള്ളൂ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. ഇനി നമുക്ക് ജർമ്മനിയിൽ വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്ക് മാനേജ്മെന്റ് കോഴ്സ് തന്നെ വേണം, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ. അങ്ങനെ വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സിറ്റി ഹനോവറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സ്ക്വയറെല്ലാം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ബ്രമനിൽ വരുന്നത്. ഇതിന് മുൻപ് ഞാൻ അനീത്തിയുടെ കൂടെയാണ് വന്നിട്ടുള്ളത്. അന്ന് ഞങ്ങൾ ഈ ചർച്ചിലൊക്കെ കയറിയായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും ഒരു നിഗമനം ഇപ്പോൾ സമ്മറായി എന്നാണ്. കാരണം ഇപ്പോൾ 5:30 സമയം, പക്ഷെ സ്റ്റിൽ സണ്ണുണ്ട്. അങ്ങനെ കുറച്ച് ടൈമും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോവാന്നാണ് വിചാരിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ ഇതെന്താണെന്ന് അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യണേ. ജർമ്മനിയിൽ ഇതുപോലെ നമ്മുടെ തൊപ്പിയോ ഗ്ലൗസോ ഒക്കെ മിസ്സാവുകയാണെങ്കിൽ എല്ലാവരും എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കി മരത്തിൻ്റെ കൊമ്പിലോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ തൂക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ കാണാതെ അന്വേഷിച്ച് വരുവാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടായിരിക്കണം. അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ബ്രമനൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്ന് ട്രാം കയറി 6:15 ട്രെയിനിൽ പോവും. എല്ലാവരും ടാറ്റ തരൂ, തിരിഞ്ഞു നിന്ന് ബൈ പറയൂ. അത് നിങ്ങൾ ഈ വ്ളോഗ് ഞാനിവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവരും ബൈ പറയൂ.